ഇത് വെജിറ്റബിൾ സലാഡാണോ? അതെ. ഇതുകൊണ്ടാണ് നമ്മളിന്നൊരു ഉഗ്രൻ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വരൂ വീഡിയോയിലേക്ക് പോവാം. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ കേസ് ചാനൽ. ഉള്ളി എടുത്തിട്ട് അതിനെ ഒന്ന് നല്ല കുനുകുനേന്ന് മുറിക്കുക കേട്ടോ. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഉള്ളിയുടെ എണ്ണം കൂട്ടുക. എന്നിട്ട് അതിനെ ഒന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. അതിന് കഴിഞ്ഞ് ക്യാപ്സിക്കം മുറിച്ചിടുന്നുണ്ട്. അതിലേക്ക് നീളത്തിൽ ക്യാരറ്റ് മുറിച്ചിടുന്നുണ്ട്. ദെൻ ക്യാബേജ് മുറിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എന്താ പറയുക, പച്ചയ്ക്ക് ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ അതും ഇടുക. അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാവുന്ന എല്ലാം ഇടാം കേട്ടോ. ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, അങ്ങനെയുള്ള നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ പൊടികളൊക്കെ ഇടുക അതിൽ. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. ഓക്കെ. പിന്നെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ച് അതിനെ ഒന്ന് വട്ടത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. ഒരെണ്ണം ആദ്യം പരത്തിയെടുക്കുക. അത് കഴിഞ്ഞ് വേറൊരെണ്ണം കൂടി പരത്തിയെടുക്കുക. എന്നിട്ട് ആ പരത്തിയതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് സലാഡ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് അതായത് അറ്റത്തേക്കും എല്ലാം അവിടെ ആവണ പോലെ ഇടണം. കുറച്ച് ഗ്യാപ്പ് വിടണം. എന്നിട്ട് വേറൊരു പരത്തിയ ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് വൃത്തിയായി വലിച്ച് ഒട്ടിക്കുക കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു നൈഫ് എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്യുക. ഇതതുപോലെ കട്ട് ചെയ്ത ശേഷം അതിനെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. പൊറോട്ടയ്ക്ക് റോൾ ചെയ്യണ പോലെ ഒന്ന് എല്ലാം ഒന്നിന് മേലെ ഒന്ന് വെച്ച് റോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റെണ്ണമാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മേലെ എല്ലാം വെച്ച് റോൾ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണം ആക്കുക കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഓക്കെ. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. കുറച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മളിതപ്പോൾ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടോ? കമൻസിലൊന്ന് അറിയിക്കും കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ ഒരു മറ്റേ പരത്തുന്ന കല്ലിൽ വെച്ചിട്ട് അതിനെ ഒന്ന് കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. പരത്തി കൊടുത്ത ശേഷം നമ്മളതിനെ എന്ത് ചെയ്യണം, ചൂടായ തവയിൽ പരത്തുമ്പോൾ ശ്രദ്ധിച്ച് പരത്തണേ. അതിനൊന്ന് എന്നിട്ട് തവയിലിട്ടിട്ട് അതിനെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ചുട്ടെടുക്കുക കേട്ടോ. ഇത് എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. നല്ലൊരു ഹെൽത്തി പൊറോട്ടയാണ് കേട്ടോ. സോ നമ്മൾ നോർമൽ പൊറോട്ടയെക്കാട്ടിൽ ഇത് എത്രയോ നല്ലതാണ്, ഹെൽത്തിയാണ്. ബിക്കോസ് അതിലെല്ലാ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പനീർ കൂടി ആഡ് ചെയ്യുക. പനീറിനെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് അങ്ങോട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അതുപോലെ എഗ്ഗ് ഇടുക, വേണമെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ഇടുക. അപ്പോൾ വളരെ ഹെൽത്തി ആവും. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും, കേക്ക് പോലെ, നല്ല പാൻ കേക്ക് പോലെ നന്നായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യും. ഹാപ്പി കുക്കിംഗ്.